ഞങ്ങളുടെ പഴയ വീട് ഒരു 40 വർഷത്തിൻ്റെ അടുത്തായി. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമുക്കൊന്ന് റിനോവേറ്റ് ചെയ്തൊന്ന് മോഡേണൈസ് ചെയ്യണം എന്നുള്ള ആഗ്രഹമായിട്ട് പല ഡിസൈനേഴ്സിനെയും അല്ലെങ്കിൽ ഇവരെ കൺസ്ട്രക്ഷനെയൊക്കെ അപ്രോച്ച് ചെയ്തു. അപ്പോൾ നിർമ്മാണിയിൽ നിന്ന് നമുക്ക് നല്ലൊരു ഫീഡ്ബാക്കും നല്ലൊരു ഡിസൈനും കിട്ടിയിരുന്നു. അപ്പോൾ എൻ്റെ മെയിൻ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് പുതിയ വീടിന് വന്നു കഴിഞ്ഞാൽ പഴയതിൻ്റെ മാക്സിമം നിലനിർത്താവുന്ന ഇതൊക്കെ നിലനിർത്തിയിട്ട് റൂംസിൻ്റെ സ്ട്രക്ചറൊക്കെ നിലനിർത്തിയിട്ട് ഒന്ന് മോഡേണൈസ് ചെയ്യണം. അതുകൂടാതെ മെയിനായിട്ട് നമ്മുടെ റിക്വയർമെൻറ്റ് കുറേ ഭംഗിയിലും ഇത് എനിക്ക് വേണ്ടിയിരുന്നത് നല്ല ഉറപ്പ് വേണം, സ്ട്രെങ്ത്തും, പിന്നെ മെയിൻ്റനൻസ് കുറഞ്ഞ രീതിയിൽ, പിന്നീട് ഭാവിയിൽ മെയിൻ്റനൻസ് അത് കാര്യമായിട്ട് വരരുത്, അങ്ങനെയുള്ള റിക്വയർമെൻറ്റ്. അപ്പോൾ അങ്ങനെ ഒരു അപ്രോച്ച് ചെയ്തപ്പോൾ നിർമ്മാണിൽ നിന്നാണ് എനിക്ക് കുറച്ചും കൂടി യോജിച്ച് പോകുന്ന ഡിസൈനും നല്ല രീതിയിലുള്ള ഡിസൈനും നല്ല ഫീഡ്ബാക്കും റെസ്പോൺസും കിട്ടിയത്. അങ്ങനെ അവരായിട്ട് മുന്നോട്ട് പോയി. ഞാൻ പുറത്തായതിൻ്റെ പേരിൽ ഫുൾ ടൈം വീട്ടിലില്ലാത്ത കാരണം തന്നെ നമുക്കൊരു കൺസേൺ ഉണ്ടായിരുന്നു, എങ്ങനെയാവും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വരുമോ, നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്ത് കിട്ടുമോ അങ്ങനെയൊക്കെയുള്ളത്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചതിലും വളരെ നന്നായി അവർ ചെയ്തു. നമ്മൾ ഉദ്ദേശിക്കാത്തതിലും ബെറ്ററായി പല കാര്യങ്ങളും. അതിൽ ഹാപ്പിയുണ്ട്. ലത്തീഫ് സാറിൻ്റെ പല ഇൻസ്ട്രക്ഷൻസും അല്ലെങ്കിൽ നിർദ്ദേശങ്ങളും നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം അതിൽ വ്യത്യാസമുണ്ട്. നമ്മൾ പറയുമ്പോൾ അതിൻ്റെതായ പ്രൊഫഷണൽ രീതി ആവില്ല, ആൾ നല്ലാതെ രീതിയിൽ ആളുടേതായ ഇൻപുട്ടോടുകൂടി നല്ല രീതിയിൽ ചെയ്തു. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ അത് ഭംഗിയായി അവസാനിച്ചു. ഞാനിപ്പോൾ രമേശേട്ടൻ പറഞ്ഞ പോലെ ഇത് റിനോവേറ്റഡ് ഹൗസാണല്ലോ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാവും, എങ്ങനെ വരും ലാസ്റ്റ് എന്നുള്ളത് നമുക്ക് അത്ര ഉള്ളിലൊരു കൺസേൺ ഉണ്ടായിരുന്നു അങ്ങനെ. പക്ഷേ എന്തായാലും നമ്മൾ വിചാരിച്ചതിനേക്കാളിലും സൂപ്പറായിട്ടാണ് വീട് വന്നത്. പിന്നെ എസ്പെഷ്യലി നമ്മുടെ ഭഗവാന്റെ ഏരിയ ഒക്കെ അതെനിക്ക് നിർബന്ധമായിരുന്നു, അങ്ങനെ തന്നെ വേണമെന്നൊക്കെ. അത് അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ കിച്ചണായാലും നമ്മൾ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അതിലുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ വിചാരിച്ചതിനേക്കാളും അസലായിട്ടുണ്ട്.